തെരഞ്ഞെടുപ്പിൽ എത്രയെത്ര രസകരമായ ചരിത്രങ്ങളാണ് അല്ലേ? മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ. അവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടായി. ഏതാണ്ട് ഇപ്പോഴത്തെ നിലമ്പൂരിൻ്റെ അതേ സ്വഭാവത്തിലുള്ളൊരു ഉപതെരഞ്ഞെടുപ്പ്. പേരും പെരുമയുമുള്ള കോടോത്ത് കുടുംബത്തിലെ അംഗമായിരുന്നു എം കുഞ്ഞിരാമൻ നമ്പ്യാർ. അടിയുറച്ച കോൺഗ്രസുകാരൻ. 1982 പക്ഷേ പണി പറ്റിച്ചു. UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന കോൺഗ്രസിൻ്റെ അജയ്യനായ നേതാവായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വം. അപ്പോൾ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറുക മാത്രമല്ല, കേരളം മുഴുവൻ അത് ആകാംക്ഷാപൂർവം ആ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും ചെയ്തു. എന്തായിരുന്നു കാരണമെന്നല്ലേ? അതാണ് രസം. കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് വാരിക്കോരി സീറ്റുകൾ നൽകുന്നു എന്നതായിരുന്നു കുഞ്ഞിരാമൻ നമ്പ്യാരുടെ പരാതി. അദ്ദേഹം മത്സരിക്കും, അദ്ദേഹം സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ UDF തീരുമാനപ്രകാരം സീറ്റ് മുസ്ലിം ലീഗിനാണ് കൊടുത്തത്. സ്വാഭാവികമായും ഇതിൽ അദ്ദേഹത്തിന് അമർഷമുണ്ടായി. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണക്കുന്ന കുറേ പഞ്ചായത്തുകളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ അന്നുണ്ടായിരുന്നു. കിട്ടിയ അവസരം ഇടതുമുന്നണി മുതലാക്കി. അവർ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് എം കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സ്വതന്ത്രരെ ചൂണ്ടിയിടുന്ന പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നർത്ഥം. ഫലം വന്നു. ഇടതു പിന്തുണയുള്ള എം കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് വൻ വിജയം. 6619 വോട്ടിന്റെ വിജയം. UDFിലെ P മുഹമ്മദ് കുഞ്ഞി തോറ്റു. ഇനിയാണ് രസം. സാക്ഷാൽ K കരുണാകരൻ കുഞ്ഞിരാമൻ നമ്പ്യാരെ കാണാൻ വരുന്നു, ചർച്ച ചെയ്യുന്നു, അനുനയിപ്പിക്കുന്നു. കുഞ്ഞിരാമൻ നമ്പ്യാർ രാജിവെക്കുന്നു. 1985 ജനുവരി 28 ഉപതെരഞ്ഞെടുപ്പ്. വീണ്ടും കുഞ്ഞിരാമൻ നമ്പ്യാർ തന്നെ സ്ഥാനാർത്ഥി. ഇത്തവണ പക്ഷേ UDF പക്ഷത്ത്. ഇഞ്ചോടിഞ്ചു മത്സരം. ഫലം വന്നപ്പോൾ കുഞ്ഞിരാമൻ നമ്പ്യാർ തോറ്റു. 816 വോട്ടിന്. ഇടതുമുന്നണിയിലെ K പുരുഷോത്തമൻ വിജയിച്ചു. വോട്ടർമാരെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കേട്ടോ.